ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. സത്യത്തിൽ ഒരു ചോദ്യത്തിൽ തന്നെ ധാരാളം ചോദ്യങ്ങൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജാതി വ്യത്യാസങ്ങളെക്കുറിച്ച് മാത്രമാണ് ചുരുക്കം ഒന്നോ രണ്ടോ പ്രാസംഗികരൊഴികെ മറ്റെല്ലാവരും സംസാരിക്കുന്നത്. സത്യത്തിൽ ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജാതി വ്യത്യാസത്തെക്കുറിച്ചല്ല, പിന്നെ ജാതിയിൽ എന്താ സമത്വവും സാഹോദര്യം വല്ലതും ഉണ്ടോ? ജാതിയിൽ എന്താണ്? അതിൽ സമത്വവും സാഹോദര്യമൊന്നും ഇല്ല. ജാതി എന്ന ആ സങ്കല്പം തന്നെ അസമത്വമാണ്. ജാതിയുടെ മറ്റൊരു പേരാണ് അസമത്വം. അതുകൊണ്ട് വ്യത്യാസങ്ങളും അത് സൃഷ്ടിക്കുന്ന ഹിംസകളും പുറന്തള്ളൽ വ്യവസ്ഥകളും മാത്രമേ ജാതിക്കുള്ളൂ. ഈ പ്രസ്താവന വായിച്ചാൽ ഒരാൾക്ക് തോന്നുക ജാതിയിൽ വ്യത്യാസങ്ങൾ മാത്രം, എന്തൊക്കെയോ നല്ല ചില ഗുണങ്ങൾ ഉണ്ട് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഞാൻ വായിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, എന്തോ ചില ഗുണങ്ങളൊക്കെ ജാതിക്കുണ്ട് എന്ന്. അത് എഴുതിയ ആളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും വായിക്കുമ്പോൾ നമ്മൾ അങ്ങനൊരു ഉദ്ദേശത്തിലേക്ക് എത്തും. 2, ജാതി വ്യവസ്ഥയെ കേവലം സാമൂഹികമായൊരു വിഭജനമായി മാത്രം കാണുമ്പോൾ ഇന്ത്യയിലെ ഉൽപ്പാദന ഉപാധികളുടെ വിതരണവുമായി അതിനുള്ള ബന്ധത്തെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? അത് ഏറെക്കുറെ രാവിലെ നാരായണ മാഷ് വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. ദേവസ്വം ബ്രഹ്മസ്വമായിട്ട് ഭൂമി എങ്ങനെയാണ് തിരിഞ്ഞത്? ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് ഈ കേരളത്തിലെ ക്ഷേത്രഭൂമിയും അല്ലാത്ത ഭൂമിയും ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും നമ്പൂതിരിമാർക്ക് മാത്രമായിട്ട് എങ്ങനെ നിക്ഷിപ്തമായി തീർന്നു? ആധുനിക കാലത്ത് കോളനികളിൽ ദളിതർ മാത്രം വസിക്കുന്ന ഒരിടമായി കോളനികൾ മാറിത്തീർന്നത് എങ്ങനെയാണ്? ജാതിയാണ് അതിൻ്റെ അടിസ്ഥാനം. ഭൂപരിഷ്കരണം നടന്നു എന്ന് പറയുന്നു കേരളത്തിൽ. പക്ഷേ ഭൂപരിഷ്കരണം നടന്നു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നൊരു കാലത്തും മായാപ്രമോദ് ഇവിടെ ഇരിപ്പുണ്ട്. മായാപ്രമോദിൻ്റെ PhD വിഷയം തന്നെ ഈ കോളനികളെ സംബന്ധിച്ചായിരുന്നു. ദളിത് കോളനികളെ കേന്ദ്രീകരിച്ചാണ് മായാപ്രമോദിൻ്റെ ഗവേഷണ പ്രബന്ധം. മായയുടെ ഗവേഷണം പറയുന്നത് എന്താണ്? ഈ 26,000 ദളിത് കോളനികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ജാതിയുടെ ഉപോൽപ്പന്നമല്ല, ജാതിയുടെ ഉൽപ്പന്നമാണ് ഈ കോളനി എന്നുള്ള. ഭൂമിയാകട്ടെ, ധനമാകട്ടെ, വിഭവമാകട്ടെ, എല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തിക ഞാൻ പലതവണ ഉന്നയിച്ചു കഴിഞ്ഞു. അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ കേരളത്തിലെ നായരും നമ്പൂതിരി മാത്രം അസിസ്റ്റൻ്റ് പ്രൊഫസറാകാൻ കാരണം എന്താ? NSSൻ്റെ കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായിട്ട് നായർ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നാസ്തികനാണ് രവീന്ദ്രൻ. രവീന്ദ്രൻ്റെ പങ്കാളി NSS കോളേജിലെ അധ്യാപികയാണ്. എല്ലാം ഹോമോസാപ്പിയനാണ്, മൊത്തം ആളുകൾ ഹോമോസാപ്പിയന്മാരാണ്. ഇപ്പം നമ്മളിവിടെ എല്ലാ മാനവ സമുദായം എന്നൊക്കെ പറഞ്ഞില്ല, പറയാൻ എളുപ്പമാണ്. മാനവ സമുദായം എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൻ്റെ കാര്യം വരുമ്പോൾ സവർണർ മാത്രം മാനവരാവുകയും ബാക്കിയുള്ളവരൊക്കെ അങ്ങ് പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന മാനവൻ ഞങ്ങൾക്ക് വേണ്ട. ആ മാനവരെ ഞങ്ങൾക്ക് വേണ്ടെന്ന് ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഹോമോസാപ്പിയനാകുന്നില്ല. ഞങ്ങൾക്ക് അധികാരവും രാഷ്ട്രീയ അധികാരവും വിഭവ പങ്കാളിത്തമൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഹോമോസാപ്പിയനാകുന്നതിനെ പറ്റി ആലോചിക്കാം. അതിനു മുമ്പ് പറ്റത്തില്ല. അതിനുള്ള ബന്ധത്തെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. ഈ ബന്ധമാണ് ഇപ്പോൾ വിശദീകരിക്കപ്പെട്ടത്. എന്തുകൊണ്ട് കേരളം വളരെ പുരോഗമനപരമായ സ്റ്റേറ്റാണെന്നാണ് പറയുന്നത്. കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ നിരവധി സർവകലാശാലകളുണ്ട്. ഈ സർവകലാശാലകളിൽ ഇത്രയും കാലത്തിൻ്റെ ചരിത്രത്തിൽ എത്ര ദളിത് വൈസ് ചാൻസലർമാരുണ്ടായിട്ടുണ്ട്? എന്താ ഉണ്ടാകാത്തത്? സുപ്രീം കോടതി രൂപീകരിക്കപ്പെട്ടിട്ട് എത്ര വർഷങ്ങളായി? സുപ്രീം കോടതിയിൽ ഇതുവരെയുള്ള ചരിത്രപ്രകാരം 272ഓളം ജഡ്ജിമാരുണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതിൽ 252 പേരും സവർണരാണ്. സവർണർ മാത്രമേ LLBക്കും LLMനും പോകുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തിനു പോകുന്നു? അവർ പഠിക്കാൻ പോകുന്നില്ലേ? സുപ്രീം കോടതി ചരിത്രത്തിൽ 1-2 ആദിവാസിയാണ് ജഡ്ജി ആയിട്ടുള്ളത്. എന്താ ആദിവാസികളാരും പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല, അവരെയൊക്കെ പുറത്തു നിർത്തുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഭൂമിയും ധനവും വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നോക്കൂ, കേരളത്തിൽ ഹരിതകർമ്മസേനയുണ്ട്, എല്ലാവർക്കും അറിയാം. ഹരിതകർമ്മസേനയെ പ്രവർത്തിക്കുന്നവരാരാ കൂടുതലും? നമ്മൾ പറയണം. ഹരിതകർമ്മസേനയാണല്ലോ കേരളം മുഴുവൻ ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുക്തമാക്കി കേരളത്തെ പരിശുദ്ധമായിട്ട് കൊണ്ടു നടക്കുന്നത്. ആ പരിശുദ്ധിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജാതിയാണ്. കാരണം ഈ അടിത്തട്ട് സമൂഹത്തിൽപ്പെട്ടവരാണ് അതിൽ കൂടുതലും.
ഇങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് വ്യക്തമാകും എങ്ങനെയാണ് വിഭവവും ഭൂമിയും ധനവും ഒക്കെ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പൊതുപണം ഒഴുകുന്ന മേഖലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണ്? ദളിതരുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണെന്നാണ് തെളിയിക്കുന്നത്. വട്ടപൂജ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വിഭവം ചില പ്രത്യേക സമുദായങ്ങൾ കുത്തകയാക്കി വെച്ചിരിക്കുന്നു. മന്ത്രിസഭ എടുക്കാം. മന്ത്രിസഭ എടുത്ത് പരിശോധിക്കണം. മന്ത്രിസഭയിൽ ഒരു 13 മന്ത്രിമാർ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അതെന്താ അങ്ങനെ? ബാക്കിയുള്ളവർക്കാർക്ക് മന്ത്രിമാരാകാൻ യോഗ്യതയില്ലേ? യോഗ്യതയുണ്ട്. യോഗ്യത ഉണ്ടായിട്ട് മന്ത്രിമാരാകുന്നില്ല. എന്താണ് കാരണം? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. അതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. ഉയർന്ന ജാതിക്കാർക്ക് ചരിത്രപരമായി ലഭിച്ച സാമ്പത്തിക മേധാവിത്വത്തെ ജാതിയുടെ ഒരു ഉപോൽപ്പന്നമായി മാത്രം കാണാൻ കഴിയുമോ എന്നാ ചോദ്യം. തീർച്ചയായും അത് ജാതിയുടെ ഉപോൽപ്പന്നമല്ല, ജാതിയുടെ ഉൽപ്പന്നം തന്നെ. അതുകൊണ്ടാണ് NSSൻ്റെ കോളേജിൽ NSSകാർ മാത്രം പ്രൊഫസർമാരായിട്ട് വരുന്നത്. വേറെ ആരും വരാത്തത് അതുകൊണ്ടാണ്. സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ട് ചില ആളുകൾ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റാളുകൾ വരാത്തത് എന്താണ്? സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറിക്ക് പേരിടുമ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ പേര് മാത്രം ഇടാൻ തേടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ എഴുത്തുകളെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്താൻ ഇവിടെ UT പ്രേംനാഥിനെ പോലെയുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ശംഭൂകം തപസ്യ എന്നുള്ള തപസ്യ ചെയ്യുക. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഫോട്ടോ ഒന്ന് സാഹിത്യ അക്കാദമിക്കകത്ത് വെക്കണേ. പക്ഷേ ചില പേരുകളിടാൻ, ചില ഫോട്ടോ വെക്കാൻ ആരുടെ നിർദ്ദേശം വേണ്ട, സ്വാഭാവികമായിട്ട് അവിടെ ചെന്നങ്ങ് ഇരിക്കുക. ഇതിൻ്റെ പേരാണ് ജാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉപോൽപ്പന്നമല്ല, ഉൽപ്പന്നം തന്നെ. ദളിതരും പിന്നോക്ക വിഭാഗക്കാരും നൂറ്റാണ്ടുകളായി അനുഭവിച്ച ചൂഷണത്തെ, അതായത് കൂലിയില്ലാത്ത തൊഴിൽ, ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയവയെ കേവലം ജാതിപരമായ വിവേചനമായി മാത്രം കാണുമ്പോൾ അതിന് ഒരു വർഗപരമായ ചൂഷണത്തിൻ്റെ കൂടി സ്വഭാവങ്ങളുണ്ടെന്ന് സമ്മതിക്കുമോ? സമ്മതിക്കില്ല എന്ന് പറയാൻ കാരണം ഇത് വളരെ കൃത്യമായ ജാതി വിവേചനമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തു വർഗചൂഷണം? വർഗചൂഷണമാണെങ്കിൽ തൊഴിലാളികളെന്ന് പറയുന്ന വർഗം മുഴുവൻ ഈ ചൂഷണം അനുഭവിക്കണ്ടേ? ബോംബെയിൽ ഈ പറയുന്ന മിൽ തൊഴിലാളികൾ ദുരിതം അനുഭവിച്ച സമയത്ത് നൂൽക്കുന്ന ഘട്ടത്തിൽ ദളിതരെ മാത്രം മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള തൊഴിലാളികൾക്കൊന്നും ഈ പ്രശ്നമില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ദളിതരെ മാത്രം മാറ്റി നിർത്തിയത്? അതുപോലെ തന്നെ മാൻഹോളുകളിൽ എല്ലാ തൊഴിലാളികളും കുടുങ്ങുന്നില്ലല്ലോ. ഉണ്ടോ? ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട തൊഴിലാളികൾ മാത്രമാണല്ലോ മാൻഹോളുകളിൽ കുടുങ്ങിപ്പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അവിടെ വർഗമില്ലാത്തത്? നമുക്ക് ചന്ദ്രനിലേക്ക് പേടകം അയക്കാം. മാൻഹോളിൽ ഇറക്കുന്നൊരു യന്ത്രം കണ്ടുപിടിക്കാത്ത എന്താ കണ്ടുപിടിക്കാത്തത്? കണ്ടുപിടിക്കാൻ ഇവിടെ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയാത്തതുകൊണ്ടാണോ? അല്ല, കഴിവുണ്ട്, പക്ഷെ കണ്ടുപിടിക്കില്ല. മാൻഹോളുകളിൽ പോയി ചാകാൻ വിധിക്കപ്പെട്ടവർ മാൻഹോളുകളിൽ പോയി ചാകട്ടെ എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഇത് വർഗമെന്ന് പറഞ്ഞ് നമ്മളിനി പറ്റിക്കാൻ നോക്കണ്ട. വർഗമല്ല, ജാതി തന്നെ അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വർഗത്തിലേക്കൊന്ന് വരണ്ടേ? വർഗത്തിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ? വർഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയുടെ ഇൻ്റർവ്യൂവിനിരിക്കുമ്പോൾ ദളിതരെയും ആദിവാസികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമീപനവും ഒക്കെ സ്വീകരിക്കുമ്പോൾ മാത്രമേ വർഗബോധം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ വർഗബോധം ഉണ്ടാകത്തില്ല. പട്ടികജാതി ക്ഷേമ സമിതി, ആദിവാസി ക്ഷേമ സമിതി എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ വർഗമാണെന്നാണ് പറയുന്നത്. വർഗമാണെങ്കിൽ പിന്നെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആവശ്യമുണ്ടോ? ആദിവാസി ക്ഷേമ സമിതിയുടെ ആവശ്യമുണ്ടോ? വർഗമാണെങ്കിൽ വർഗത്തേക്കാൾ ഉപരിയായി ജാതി ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൊണ്ടാണ് പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാകേണ്ടി വരുന്നത്, ആദിവാസി ക്ഷേമ സമിതി ഉണ്ടാകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക ചൂഷണത്തെ അവഗണിച്ച് ജാതിയെ മാത്രം പഠിക്കുന്നത് അപൂർണമായൊരു വിശകലനമല്ലേ? അല്ല, പൂർണ്ണമായ വിശകലനമാണ്, പരിപൂർണമായ വിശകലനമാണ്. അത് പറയാൻ കാരണം വർഗത്തെ സംബന്ധിച്ചുള്ളൊരു ചരിത്രഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ EMS നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. കേരളം മലയാളികളുടെ മാതൃഭൂമിയാണ്. പക്ഷെ മലയാളി ഉണ്ടോ? മലയാളി എന്ന് പറഞ്ഞൊരു പ്രശ്നം, ഒരു സമ്മർദ്ദം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ മലയാളി എന്ന് പറയുന്നൊരു വർഗത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ മലയാളി എന്ന് പറയുന്നൊരു വർഗം നിലവിലില്ല. ഗുരു പറഞ്ഞത് എന്താണ്?
മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന് ഗുരു എഴുതി. എന്താണ് മനുഷ്യനെന്ന് പറയുന്ന വർഗത്തെ സംബന്ധിച്ച് ഗുരുവിന് ബോധ്യമില്ലാത്തതുകൊണ്ടാണോ? അല്ല, മനുഷ്യവർഗത്തെ സംബന്ധിച്ച് ഉന്നതമായ കാഴ്ചപ്പാടുകൾ ഗുരുവിനുണ്ടായിരുന്നു. എന്നിട്ടും ഗുരുവിന് പറയേണ്ടി വന്നു ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദിഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ഗുരുവിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് പുള്ളി ജാതിയാണ്. ഗുരു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ജാതിയാണ്. പുണർന്നു വെറും എല്ലാം ഒരിനമാം എന്ന് ഗുരുവിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പുള്ളി കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന ജാതിയാണ്. കണ്ണു തുറന്നു പോലും നോക്കണ്ട. ആ രീതിയിൽ ജാതി ഹിംസാത്മകമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട്, ജാതി അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹത്തെ വിമോചനാത്മകമായൊരു ജനാധിപത്യ ഭാവനയിലേക്ക് ഉണർത്താൻ കഴിയൂ. അതുകൊണ്ട് സഹോദരൻ ഇപ്പം പറഞ്ഞു, ഇന്ത്യൻ വർഗീയതയുടെ അടിസ്ഥാനം എന്താണ്? ജാതിയാണെന്നാണ് സഹോദരൻ ഇപ്പം പറഞ്ഞു. വർഗീയതയുടെ അടിസ്ഥാനം ജാതിയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ വർഗീയതയെ തകർക്കണമെങ്കിൽ എന്ത് വേണം? ജാതിയെ തകർക്കണം. തന്നെ കാണാൻ വന്ന അംബേദ്കറിൻ്റെ അനുയായികളായ ഗെയ്ക്വാഡിനോടും സംഘത്തിനോടും സഹോദരനെ ഇപ്പം പറഞ്ഞത് ജാതിയെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ പോംവഴി ലിക്വിഡേറ്റ് ഹിന്ദുയിസം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഇതിൻ്റെ ഭാഗമായ ചോദ്യം, ജാതിയുടെ പേരിൽ മാത്രം പിന്നോക്ക ദളിത് ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഈ വിഭാഗങ്ങളിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ചൂഷണം മനസ്സിലാക്കുന്ന മറ്റ് വിഭാഗങ്ങളിലെ സാധാരണക്കാരുമായി ഒരു വർഗപരമായ ഐക്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വർഗപരമായ ഐക്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ EWS സംവരണം വന്നത്. പാവങ്ങളെന്ന് പറയുന്ന സംവർഗം നിങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സവർണർക്ക് മാത്രമായി സംവരണം കൊടുത്തു? എല്ലാ പാവങ്ങളെ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല? ഇന്ത്യയിലെ മുഴുവൻ പാവങ്ങൾക്കും കൊടുക്കണ്ടായിരുന്നോ സാമ്പത്തിക സംവരണം? കൊടുക്കണോ വേണ്ടയോ? നമ്മളങ്ങ് വിശാല വർഗമാണ് പാവങ്ങളെന്ന് പറയുന്ന സംവർഗം. അങ്ങനെ പാവങ്ങളെന്ന് പറയുന്ന സംവർഗത്തെ പറ്റി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് EWS സംവരണം പാസ്സാക്കിയത്? മറുപടി പറയണം. അപ്പോൾ ഞാൻ എൻ്റെ മറുപടി പറയാം. അപ്പോൾ സിദ്ധാന്തപരമായിട്ട് ദളിതരും പിന്നോക്കക്കാരും ഒക്കെ ദേണ്ട സംഘടിക്കുന്നേ എന്ന് നിലവിളിയാണ് കാണുന്നത്. അയ്യോ അവർ സംഘടിക്കുന്നേ എന്ന നിലവിളിയാണ്. ഗുരു പറഞ്ഞത് എന്താണ്? ഗുരു പറഞ്ഞത് സംഘടിക്കണം, ശക്തരാകണമെന്നാണ് ഗുരു പറഞ്ഞത്. അല്ലാതെ കൈയും കെട്ടി ഞങ്ങളെല്ലാം ഒരു വർഗമാണെന്നും പറഞ്ഞിരിക്കാൻ ഗുരു പഠിപ്പിച്ചില്ല. ഗുരു പഠിപ്പിച്ചു സംഘടിക്കുക, ശക്തരാകുക. കാരണം അദ്ദേഹം നോക്കിയപ്പോൾ കാണുന്നത് എന്താണ്? ഈ സവർണരെല്ലാം ഹിംസാത്മകമായി സംഘടിച്ച് അയിത്ത ജനതയായി കരുതപ്പെട്ട അവർണ ബഹുജന സമുദായങ്ങളെ പുറന്തള്ളുന്ന കാഴ്ച കണ്ടിട്ടാണ് ഗുരു പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നിട്ട് കാര്യമില്ല, സംഘടിക്കുക മക്കളെ, സംഘടിക്കുക, ശക്തരാകുക എന്ന് ഗുരു ഉദ്ബോധിപ്പിച്ചു. കേരള സമൂഹത്തിൻ്റെ ഒരു നവോത്ഥാന ചരിത്രം പരിശോധിച്ച് നമുക്ക് എന്ത് കാണാം? ഈ സംഘടന ഉണ്ടാക്കുകയാണ്. ഈ സംഘടനയുടെ സ്വഭാവം എന്തായിരുന്നു? നാരായണ ഗുരുസ്വാമികൾ രൂപീകരിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്, ഈഴവ സമുദായ യോഗമല്ല. എന്താണ് അയ്യങ്കാളി സൃഷ്ടിച്ചത്? സാധുജന പരിപാലന സംഘമാണ്. സാധുജനം എന്ന് പറയുന്ന സംവർഗം. പൊയ്കേലപ്പച്ചൻ സൃഷ്ടിച്ചത് എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഇതെല്ലാം വിമോചനാത്മകമാണ്. എന്നിട്ടും പറയുന്നത് എന്തെല്ലാം സ്വത്വവാദമാണെന്നാണ് പറയുന്നത്. അവരുടെ പേരുകളിലൊന്നുമില്ല. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയും സാധുജന പരിപാലന സംഘവും ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും എല്ലാം ഉണ്ടാക്കിയിട്ടും ആ പ്രസ്ഥാനങ്ങളെല്ലാം സ്വത്വവാദ സംഘടനകളാണ്. പക്ഷേ യോഗക്ഷേമ സഭയെപ്പറ്റി NSSനെ പറ്റി ഇത്തരൊരു അഭിപ്രായം ആർക്കും ഇല്ല. അതൊക്കെ വിമോചനാത്മകമായ സംഘടനകളാണ്. ഇതുമാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വിമോചന സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വിമോചന സമരത്തിൻ്റെ മുദ്രാവാക്യം ഗൗരിച്ചേത്തി പുല്ലി എത്താൻ പോകട്ടെ എന്നും മറ്റുള്ളവരെല്ലാം പാളെ കഞ്ഞി കുടിക്കട്ടെ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ വിമോചന സമരത്തിൻ്റെ. അതേ മുദ്രാവാക്യമാണ് ഇത്തരം സിദ്ധാന്തങ്ങളുടെ ആശയാവലി. എന്ന് പറഞ്ഞാൽ അവർണർ ഒരിക്കലും അധികാരത്തിലെത്തരുത്, അവർണർക്ക് രാഷ്ട്രീയ അധികാരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സൂത്രശാലികളായ സവർണ പ്രത്യയശാസ്ത്ര വക്താക്കളാണ് ദേണ്ട മുസ്ലിങ്ങളും ദളിതരും ഒക്കെ സംഘടിക്കുന്നതെന്ന് കരഞ്ഞു വിഴിഞ്ഞ് നടക്കുന്നത്. ദളിതരും മുസ്ലിങ്ങളും ഒന്നും ഈ വലയിൽ വീണു പോയാൽ നിങ്ങൾക്ക് രക്ഷയില്ലാതാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജാതിയെയും വർഗത്തെയും വേർതിരിച്ച് കാണുന്നത് ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടത്തെ ദുർബലമാക്കില്ലേ? ഒട്ടും ദുർബലമാകത്തില്ല.
ബലപ്പെടത്തേ ഉള്ളൂ. കാരണം അംബേദ്കർ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് വർഗത്തിനെതിരെ പോരാടണമെങ്കിൽ ഒരു വർഗം വേണ്ടേന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ തൊഴിലാളികൾ എന്ന് പറയും, ദുരിതം അനുഭവിക്കുന്നത് മുഴുവൻ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ. അതുകൊണ്ട് നമുക്കാദ്യം ഒരു വർഗമായി മാറാം. വർഗമായി മാറണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ EWS സംവരണം നിർത്തലാക്കി നമുക്ക് വർഗമായി മാറാം. അങ്ങനെ മാത്രമേ വർഗമാകത്തുള്ളൂ. അല്ല സിദ്ധാന്തം പുസ്തകത്തിലും പ്രവൃത്തിയിൽ സവർണ താല്പര്യങ്ങളുമായിട്ട് നടക്കുന്നതിൻ്റെ പേര് അംബേദ്കർ പറഞ്ഞ തത്വമസിയ. ഒരു കൈയിൽ തത്വമസയും മറു കൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കുന്നതിൻ്റെ പേര് ബുദ്ധിശൂന്യത എന്നാണ്. നന്ദി, നമസ്കാരം.